അല്ല, എവിടെയാണ് നിങ്ങളൊക്കെ? ഞാനും അവിടെ ഇരുന്നു. അങ്ങനെ കറക്റ്റ് ഒരാഴ്ചക്ക് ശേഷം ഞാൻ പിന്നെയും വന്നുകണ്. ഇന്ന് വന്നത് കുക്കിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ അങ്ങനെ ജെൻഡാങ്കളാർട്ട് അങ്ങനത്തെ ഒന്നുമില്ല. ഇന്ന് കുറച്ചൊരു ഉമ്ര വിശേഷങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗ് എടുക്കാനേ കരുതിയാണ് വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ എൻ്റെ ഒരു മെമ്മറിക്കും വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് വെച്ചിന്. ആ ഫോട്ടോസ് വീഡിയോസ് ആക്കിയതാട്ടോ. അപ്പോൾ ചിലപ്പം ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും, ക്ലിയർ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഹറമിൻ്റെ ഉൾഭാഗമാണ്. ഞാൻ കണ്ടത് കാണാനൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമല്ലോ, ഓർക്കും കൂടി കാണിച്ചിട്ടായിരുന്നു. ഇതൊക്കെ അങ്ങനെ ഉൾഭാഗങ്ങളാണ്, തവാഫ് ചെയ്യുന്ന ഭാഗം. ഇത് പിന്നെ ഹറമെന്ന് പുറത്ത് കാണുന്നതുണ്ടല്ലോ, നബി ജനിച്ചു എന്ന് പറയപ്പെടുന്ന വീടാണ്. പക്ഷെ ഇപ്പം അത് ലൈബ്രറിയാണ്. പിന്നെ പുറത്തിറങ്ങിയാലും ഉള്ളിലായാലും ഹറമിൻ്റെ ഉള്ളിലാവട്ടെ പുറത്താവട്ടെ ഭയങ്കര തിരക്കാട്ടോ, അത് ഏത് സമയത്താണെങ്കിലും. പിന്നെ സംസമൾ നമുക്ക് എവിടുന്നും കിട്ടുമല്ലോ, എവിടുന്നും നിറക്കാം. അങ്ങനെ ഞങ്ങളും കുറച്ച് നിറച്ച് വീട്ടിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് ആവശ്യത്തിന് കുടിക്കാൻ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒരു ഉംറയൊക്കെ ചെയ്ത് അൽഹംദുലില്ലാ ഞങ്ങൾ പുറത്തിറങ്ങി. നമുക്ക് ദിവസങ്ങൾ പരിമിതമായതുകൊണ്ട് ഇനി നേരെ മദീനയ്ക്ക് പോകണം. അപ്പം കുറച്ച് സിയാറത്ത് മതി. ഈ കാണുന്നതൊക്കെ മിനിൻ്റെ ടെൻ്റാണ്. ഈ കാണുന്നത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിൻ്റെ ബലി ഇറക്കാൻ കിടത്തിയ സ്ഥലമാണ്. പിന്നെ ഈ പള്ളി ഉണ്ടല്ലോ, ഇത് ആകെ 2 വട്ടേ തുറക്കും. ഹജ്ജ് സീസണിൽ ഒരു ലുഹറിനും മസറിനും മാത്രം. അത് കഴിഞ്ഞ് നേരെ പോയത് ജബലുർ റഹ്മയ്ക്കാണ്. അവിടെയാണ് നമ്മൾ ആദം നബിയും ഹവ്വാ ബീവിയും ഭൂമിക്ക് ഇറങ്ങിയല്ലോ, പിന്നെ ഒരുമിച്ച് കൂടിയ സ്ഥലമാണ്. അപ്പോൾ അറഫ എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അത് കഴിഞ്ഞും ബദർ യുദ്ധം നടന്ന സ്ഥലമാണിത്. പിന്നെ അവിടുത്തെ ഷഹീദായ ആൾക്കാരുടെ പേരും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മസ്ജിദുൽ കുബയിലേക്കാണ്. ഇവിടെ എന്താ വെച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ്. അപ്പോൾ മക്ക ഇതിമ്മ നിർത്തുകയാണ്. ഇൻഷാല്ലാ മദീനയുടെ വീഡിയോ ആയിട്ട് ഞാൻ